Co-powered by Lasa Ice Creams and Damro Furniture. ഹലോ നമസ്കാരം, ഗുഡ് ഈവനിങ്, വണക്കം, സ്വാഗതം. ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് ബോയിങ്ങിലേക്ക് സ്വാഗതം. ദീപ, ഞാൻ നമ്മുടെ കോസ്റ്റ്യൂമറെ പറ്റിയിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കോസ്റ്റ്യൂമർക്ക് ഇന്ന് സംഭവിച്ചിട്ടുള്ള വലിയ ലാഭം ഉണ്ട്. എന്താണെന്നറിയോ? ദീപന് കോസ്റ്റ്യൂം അടിച്ചതിന്റെ ബാക്കി തുണി കൊണ്ടാണ് മൂപ്പർ എന്റെ കോസ്റ്റ്യൂം അതിന്റെ ബ്ലാക്കില് റെഡ് പുള്ളി, നിനക്ക് റെഡില് ബ്ലാക്ക് പുള്ളി. അതെ, നിന്റെ ബാക്കിയുള്ള കോസ്റ്റ്യൂമാണിത്. പക്ഷേ സൂരജ്, ഞാൻ അറിഞ്ഞ മറ്റൊരു കാര്യം നമ്മുടെ പ്രൊഡ്യൂസർ നമ്മളോട് പറഞ്ഞെന്താണെന്നറിയോ? വെറൈറ്റി സെഗ്മെന്റ് ഉണ്ട്, പക്ഷേ അതിന്റെ പരീക്ഷണമാണോ നമ്മളിൽ പ്രയോഗിച്ചതെന്ന് ഒരു ഡൗട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർക്ക് കാശിന് കുറച്ച് പഞ്ഞം വന്ന് തുടങ്ങി. അതുകൊണ്ടാണ് മൂപ്പര് ഡ്രസ്സിലൊക്കെ ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്നത്. എനിക്ക് തോന്നുന്നത് മീറ്ററിന് വളരെ വില കുറവാണ്. പക്ഷേ നമ്മുടെ മലയാളത്തിലെ ഇഷ്ട പ്രേക്ഷകർ, അതായത് നമ്മുടെ ബോയിന്റെ പ്രേക്ഷകർ ചിന്തിക്കട്ടെ, ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഈ കോസ്റ്റ്യൂം നിങ്ങൾ നാളെ മുതൽക്ക് നിങ്ങളുടെ ഡിസൈനിങ് വെയർ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലേ എന്ന്. പക്ഷേ ഞങ്ങളുടെ ഡ്രസ്സിനെ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ബോയിങ് എപ്പിസോഡിനെ ആക്സെപ്റ്റ് ചെയ്തതിന് നല്ലൊരു കയ്യടി. നിനക്ക് വരുന്ന കമന്റ്സിനെ കുറിച്ച് ആദ്യം പറയണം. എനിക്ക് ഒരുപാട് ആരാധകരുടെ ഭയങ്കരമായിട്ടുള്ള തള്ളിക്കയറ്റമാണ്. ഇത് എവിടെ നിന്നാണ്? ദോഹയെന്നാണോ അതോ നമ്മുടെ കേരളത്തിലുള്ള മറ്റു ജില്ലകളിൽ നിന്നാണോ? എല്ലാ സ്ഥലത്തുനിന്നും ഫേസ്ബുക്ക് പേജിൽ ഇപ്പൊ ലൈക്ക് ചെയ്ത സ്ഥലമില്ലാണ്ടായി. കാസർഗോഡ് മുതൽ ഉക്രൈൻ വരെ എനിക്ക് ഫാൻസ് ആണ്. ഉക്രൈൻ വരെ ഫാൻസ് ആണ്, ഭയങ്കര ഫാൻസ് ആണ്. എടാ, നിനക്ക് ലൈക്സ് അല്ല ഡിസ്ലൈക്സ് ആണ് കിട്ടുന്നതാണ് സാധാരണ. ഫേസ്ബുക്കിൽ ആ പരിപാടി ഇല്ലല്ലോ. ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ പായാണ്. പക്ഷെ നീ പണ്ട് നിനക്കൊരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഈ ഫേസ്ബുക്കിൽ സദാസമയം ലൈവ് പോയിക്കൊണ്ടിരുന്നത്. ഇത്രയും നല്ലൊരു ഷോയിലൂടെ നീ ഇപ്പൊ എന്താ പറയുന്നത്, എല്ലാവരുടെയും ജനഹൃദയങ്ങളിൽ നിന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു. പക്ഷെ ലൈവ് പോകുന്ന സ്വഭാവം കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? കുറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. ഇത്രയധികം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് സി കേരളം പോലത്തെ ഒരു ചാനലിലേക്ക് എനിക്കൊരു എൻട്രി തന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ലൈവുകളാണ്. അത്തരത്തിലുള്ള ലൈവുകൾ കേരളത്തിലെ ഒരുപാട് പേര് കണ്ട് വിമർശിച്ചിട്ടും അനുകൂലിച്ചിട്ടുമാണ്. പക്ഷേ എനിക്കൊരു പരാതിയുണ്ട്. നിനക്ക് ഇത്രയും നല്ലൊരു എൻട്രി സി കേരളത്തിൽ ബോയില് കിട്ടിയിട്ടും സി കേരളത്തിന്റെ ഈ ഷോയെ പറ്റി നീ ഇതുവരെ ലൈവ് പോകാത്തത് എനിക്കൊരു ചെറിയ വിഷമം. അല്ല, ഞാൻ ലൈവ് പോയിട്ടുണ്ട്. ദീപനപ്പ എന്റെ പോസ്റ്റുകളൊന്നും നോക്കാറില്ല. വരുന്ന പെൺകുട്ടികളുടെ പോസ്റ്റ് മാത്രമേ നോക്കാറുള്ളൂ. അതിന്റെ സത്യാവസ്ഥ ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ നിന്നെ ഇവിടെ സഹിക്കുന്നതിന് പുറമെ എനിക്ക് പുറത്തും സഹിക്കാൻ പറ്റും. അതുകൊണ്ട് നിന്നെ ഫേസ്ബുക്കിൽ ഞാൻ ആദ്യമേ ബ്ലോക്ക് ചെയ്യണം. ഇതാണ് സ്വഭാവം. ആളുടെ സ്വഭാവം. എന്നിട്ട് കുറ്റവും പറയും. അളിയ, ഈ ഇരിക്കുന്ന ആൾക്കാര് നമ്മളെ കാണാനോ അല്ലെങ്കിൽ ടാർട്ടർ ഓട്ടോമിൽ മഞ്ചാടിക്കുരു വീണ പോലത്തെ നമ്മുടെ കോസ്റ്റ്യൂം കാണാനോ അല്ല ഇരിക്കണത്. നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിനെ കാണിച്ചു കൊടുക്കണം, അവരുടെ വിശേഷങ്ങൾ, അവരുടെ പ്രകടനങ്ങൾ കാണിച്ചു കൊടുക്കണം. അതിനിടയിൽ ഞാൻ നിന്നോടൊരു കാര്യം വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ. ഫസ്റ്റ് എപ്പിസോഡിൽ നീ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ട് ഒരുപാട് പ്രലോഭനങ്ങൾ തന്നിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്റെ കാര്യങ്ങൾ നീയും പുറത്തു പറയില്ല, നിന്റെ കാര്യങ്ങൾ ഞാനും പറയില്ല എന്നുള്ള നിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ പുറത്തു പറഞ്ഞു. നീ ഇനിയിപ്പോ പറയാത്തതെന്താ? ബാക്കിയുള്ളത് നീ പറയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടാ? ബാക്കി നീ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും നീ ഇതൊക്കെ പറയും. ഞാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് മിണ്ടാൻ പോകുമ്പോ നീ ഇത് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് 2 ദിവസമായിട്ട് എഗ്രിമെന്റ് യൂസ് ചെയ്തില്ല. എന്താന്ന് വെച്ചാൽ നീ കുറച്ച് നന്നായിട്ടുണ്ടല്ലേ, പക്ഷെ നിന്റെ ഇപ്പോഴത്തെ വഷളത്തരം കേട്ടിട്ട് എഗ്രിമെന്റ് പുതുക്കേണ്ട ഒരു സമയമായെന്ന് എനിക്ക് തോന്നുന്നു. കാണുന്ന പ്രേക്ഷകരും ചിന്തിക്കുന്നുണ്ടായിരിക്കും എഗ്രിമെന്റ് എന്താണ്, എഗ്രിമെന്റ് പുതുക്കണോന്ന്. അതല്ല, ഞാൻ ഇന്നലെ നിന്റെ റൂമിൽ കയറി തപ്പി. അങ്ങനല്ല, വേറെ തന്നെ. ഈ സാധനം ഞാനായിട്ട് എന്തിനാണ് എന്നെ അടിക്കാനുള്ള ഒരു വടി നിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ വെക്കുന്നത്? അതുകൊണ്ട് അതിങ്ങനെ ഇസ്കാൻ വേണ്ടിട്ട് കട്ട് ബോധിക്കാൻ വേണ്ടിട്ട് ഞാനൊന്ന് കയറി നോക്കി. നീ വേറെ എന്തെങ്കിലും കണ്ട അവിടെ? ഞാൻ കണ്ടത് പല സാധനങ്ങളാണ്. അത് ഞാൻ വഴിയേ പറയാം. പക്ഷെ എന്റെ എഗ്രിമെന്റ് മാത്രം കാണുന്നില്ലല്ലോ. നീ അത് എവിടെ കൊണ്ടുവച്ചു? പിന്നെ എഗ്രിമെന്റ് നിനക്ക് കണ്ടുപിടിക്കാൻ മാത്രമേ. അത് ഇത്രയും ബുദ്ധിയുള്ള ഞാൻ അത്രയും മണ്ടത്തരം ചെയ്യില്ല. മനസ്സിലായില്ലേ? ആ ബുദ്ധി ഇല്ലാത്തോണ്ടാണ് ഞാൻ ചോദിച്ചത്. നീ അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പബ്ലിഷ് ചെയ്തോ അല്ല സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ? നിനക്ക് ഞാൻ അതിന്റെ ഒരു ബാക്കപ്പിന് വേണ്ടിട്ട് മെയിലിൽ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 10 സിറോസ് കോപ്പി. അതല്ല എവിടെയുള്ളത്? പോസ്റ്റിന്റെ മുകളിലേക്ക് ഒട്ടിച്ചിട്ടുണ്ടോ? അതൊന്നും പറയില്ല, കാരണം ഈ ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ സഹിക്കണമെങ്കിൽ എനിക്ക് ആ എഗ്രിമെന്റ് ഒരു ബലം എനിക്ക് ആവശ്യമാണ്. അതാണ് എന്റെ തുറപ്പ്. സൂരജ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങാം. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ടീം എയും ബിയും മത്സരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുകയോ അവര് തോൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പണി അളിയാ കിട്ടുന്നത് നമുക്കാടാ. നീ എനിക്കും ഞാൻ നിനക്കും പണിഷ്മെന്റ് തരും. എങ്ങനെയാലും പണി നിനക്കും ഉണ്ട് എനിക്കും ഉണ്ട്. പിന്നെ ഞങ്ങൾ ജയിക്കാനായിട്ട് ജനിച്ചവരായതുകൊണ്ട്. പക്ഷേ നമ്മൾ ആ പണി കിട്ടുന്നതിന് മുന്നേ തീരുമാനിക്കാം പണി ഏറ്റുവാങ്ങണോ വേണ്ടെന്ന്. എങ്ങനെ നമുക്കറിയാം? നമ്മുടെ ടീമിനെ നോക്കാം, എത്രത്തോളം അവരെന്താ പറഞ്ഞേ മത്സരിച്ച ചൊണക്കുട്ടികളാണോ നോക്കാം. സോ ലെറ്റ്സ് വെൽക്കം ടീം എ ആൻഡ് ടീം ബി. ഇതെന്താണ് മകളെ? ഇതെന്താ സാധനം?
എനിക്കൊരു സ്പെഷ്യൽ ഐറ്റത്തിന് കിട്ടിയിട്ടുണ്ട്. വക്യോൽ വണ്ടിയാടാ. വൈക്കോൽ വണ്ടിയല്ല, എനിക്ക് കള്ളിമുൾ ചെടി വളർന്ന പോലെ കഴിക്കുന്നത്. കള്ളിമുൾ ചെടി വളർന്ന് പന്തലിച്ച പോലെ. നിന്റെ ടീം ഒരു സംഭവം എല്ലാം നോക്കട്ടെ, ഒറിജിനൽ ആണത്. എടാ ഇത് തൊടുമ്പോ കൈയായിട്ടുള്ള കുടുങ്ങി പോണ്. നിങ്ങോട്ട് വന്നേ നോക്കട്ടെ, ഇത് റെയർ ആയിട്ടാണ്. കേരളത്തിൽ വേറെ എവിടെയും കാണാം. ചില സ്ഥലത്ത് ഞാൻ ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ വെക്കുന്ന കടയിൽ മാത്രമേ ഈ സാധനം കണ്ടിട്ടുള്ളൂ. മാഗി ആന്റി എന്ന് പേരിട്ടെ, നൂഡിൽസ് സ്ഥല. എന്ത് വേണേലും വിളിച്ചു, തെറി മാത്രം വിളിക്കരുത്. ഇല്ല അത് കാണുന്ന ആൾക്കാർ വിളിച്ചോളൂ, നമ്മൾ വിളിക്കുന്നില്ല. പക്ഷെ നല്ല സുഖമുണ്ട് കേട്ടോ, ഇങ്ങനെ കൈ ഇങ്ങനെ ഇട്ടിട്ട് ഇതാക്കാതെ. ഒരു അവസരം കിട്ടുന്ന പറഞ്ഞിട്ട് നീ അലമ്പാക്കി കളയും. അതെ ക്യാപ്റ്റൻ, നമ്മുടെ ടീമായിട്ട് എനിക്ക് തന്നെ ട്രോൾ. എനിക്കൊരു കാര്യം പറയണം, നമ്മുടെ ഇവിടുത്തെ മത്സരത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒരു ഗെയിം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ തോമസ് കുട്ടി നീ വിട്ടോടാ. ആ ഗെയിം നമുക്ക് പൂളിലാണ് നമ്മൾ ആ ഗെയിം കളിക്കുന്നത്. പക്ഷേ ഇതെങ്ങാനും വെള്ളത്തിൽ വീണ് ആ വെള്ളത്തിലെ പൂളിലെ വെള്ളം പറ്റുക. കാരണം ഇതെല്ലാം കൂടെ അങ്ങ് ഒബ്സർവ് ചെയ്ത് കേട്ടിക്കളയും. അത് മാത്രമല്ല, ഇത് ശരിക്കും ഒരു ആവാസ വസ്തു. ഇതിൽ പക്ഷി ഞാൻ ഐഡിയ പറയട്ടെ, ആ പൂളിൽ തന്നെ ഇട്ടാലും ഞാൻ പൊന്തി വരും. എന്റെ ഇത് എയർ ബാഗ് കിട്ടിയത് വേറെ വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് ഇവർക്ക്. എന്നറിയോ, ഇപ്പൊ ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് ചാടി വന്നു കഴിഞ്ഞാൽ ഇവർ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്ത് പാരച്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ചാടേണ്ട ഒരു സ്ഥലമുണ്ട്, അടിപൊളിയായിട്ട് അവിടെ നിങ്ങൾ ചാടിക്കും. നിങ്ങൾ ഡെയിലി മതിൽ ചാടുന്ന സ്ഥലം. പക്ഷേ സൂരജ്, എന്റെ ടീം വന്ന് ഇവിടെ ഇത്ര കിടിലം ഡാൻസ് കളിച്ചിട്ട് അവരിങ്ങനെ നിന്നാ ശരിയാവോ? പക്ഷേ നിങ്ങളെ ഞാൻ നിർത്തുന്നില്ല, കാരണം നിങ്ങളൊക്കെ നല്ല പിള്ളേരാണ്. നിങ്ങളെ ഇരുത്തി മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റിലേക്ക് പോകാം. ആ തലമുടി ഒരു ഒന്നൊന്നര തലമുടിയാ. വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ അവിടെ തിരിച്ചു പിടിച്ച ചോദിക്കുക, നീ ഇതൊക്കെ എവിടുന്ന് കൊണ്ടുവരുന്നതാ? ഞാൻ വല്ലാത്ത പിടിപാടുള്ള ആളല്ലേ മോനെ, ഞാൻ ഭയങ്കര പിടിപാടുള്ള ആളല്ലേ. പിടിക്കുന്നതെല്ലാം പുളിങ്കൊമ്പിലാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായടാ. ഓക്കെ എടാ, എനിക്ക് എന്തായാലും ഇച്ചിരി ഒരു ആക്രാന്തം. നിന്റെ ടീമിനെ ആദ്യം പരിചയപ്പെടാം. എന്റെ ടീമിനെ ആദ്യം എനിക്ക് പരിചയപ്പെടണോ? എടാ ഒന്ന് അല്ലെങ്കിൽ ഇച്ചിരി ആക്രാന്തം കൂടുതലാണ്. അവളുടെ സൗന്ദര്യം കണ്ടിട്ടാണ് നിന്റെ ഈ നോട്ടം എനിക്ക് അറിയാം. പക്ഷെ ആ കുട്ടി വന്ന സമയം മുതൽക്ക് എന്നെയാണ് നോക്കുന്നത്. ആ സുന്ദരിയുടെ പേരാണ് ശ്രീധു. ശ്രീധു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണ്, അതുപോലെ തന്നെ മോഡലാണ്, ഒരു സംഭവമാണ്. ഇവിടെ ഇന്ന് തകർക്കാൻ പോകുന്ന ഒരാളാണ് ശ്രീധു. ഞാൻ അതിലും വലിയ സംഭവം. മനസ്സിലായില്ലേ? ഏതാണ്ട് ഒരു ഊഹം കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. അവിടേക്ക് എന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ശ്രീധുവിന്റെ ഒരു പ്രതീക്ഷ എന്താ ഇവിടെ വരുമ്പോ? എനിക്ക് ആക്ച്വലി അറിയില്ല ഇത് എങ്ങനെ ഉണ്ടാവും, പക്ഷെ ഐ തിങ്ക് ഇറ്റ് ബി വെരി ഫണ്ണി. നന്നായിട്ടുണ്ട് കാണാനല്ല. ഏറ്റവും കൂടുതൽ ഫണ്ണി ആയിട്ടുള്ള ആള് നമ്മുടെ ടീമിൽ തന്നെയാണ്. എന്റെ ടീമിനോട് ഫണ്ണിയാണ്. അടുത്ത ആളുടെ പേരെന്താ? അടുത്ത ആളുടെ പേരാണ് ആതിര. ആതിര ഇപ്പോഴും വരില്ല, കുറച്ച് കഴിയുമ്പോ വരും. ആതിര ഒരു അവതാരികയാണ്, അതുപോലെ തന്നെ മോഡലൊക്കെയാണ്. ഒരു അവതാരം തന്നെടാ. ആതിര പറഞ്ഞേ, എങ്ങനെയുണ്ട് ഇവിടെ വരുമ്പോ ഉള്ളൊരു കാഴ്ചയൊക്കെ കാണുമ്പോൾ ഒരു ഫീൽ? അടിപൊളി. ഇവനെ ഒഴിച്ച ഞാനാണോ ടീം ക്യാപ്റ്റൻ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് പറയുന്നില്ല. ഈ കോസ്റ്റ്യൂമാണ് നല്ലത്, ഈ കോസ്റ്റ്യൂമാണ് നല്ലത്. ഞാൻ പറയാം, ഈ റൗണ്ട് ഉള്ളടുത്ത് രണ്ടുപേർക്ക് റൗണ്ട് ഉള്ള റെഡ് ഇല്ലേ, ആ പോർഷനിൽ യെല്ലോ വന്ന പുളിക്കടിയുടെ കോസ്റ്റ്യൂം സൂപ്പർ ആയിരിക്കും. ഞങ്ങൾ ടീം കോസ്റ്റ്യൂം, കാരണം ഈ ഷോയിൽ വരുന്ന എല്ലാം പെൺകുട്ടികളാണ്. ഞങ്ങളുടെ ഹാർട്ട്സ് എല്ലാം കൂടെ ചിതറി ചിന്നി കിടക്കുകയാണ്. അതാണ്, ഇവന്റെ ഹാർട്ട് കറുത്തതും എന്റെ ഹാർട്ട് ചോന്നതുമാണ്. അതാ മാറ്റം. ആഫ്രിക്കയിൽ നിന്ന് വന്ന ആ ഒരു സുന്ദരിയാണ് അന്ന. അന്നയുടെ മുടി എങ്ങനെ ആയത് ഒന്ന് പറഞ്ഞു കൊടുത്തേ. അത് കറക്റ്റ് പറഞ്ഞ എന്റെ അമ്മയുടെ മുടി കേളിയാണ്, അപ്പം അത് കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് എനിക്ക് കിട്ടി, ഇങ്ങനെ ആയി പോയി. ഈ സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള പുറമേയുള്ള ആ ഒരു പ്രഭാവലയം പോലെ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി ഈ വാതിൽ പടിയൊക്കെ സെപ്പറേറ്റ് ഇതിലൂടെ കയറും? ഈ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് പുല്ലും വണ്ടി വരുന്ന പോലെ ഉണ്ട് കുട്ടിയുടെ മുഖം. ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഹെയറിനേക്കാളും ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ട് ചാക്കോച്ചിക്ക് കിടന്ന് ഉറങ്ങാൻ തലേണ വേണ്ട അല്ലേ? വേണ്ട. നമുക്ക് ആദ്യം ടീം എയിൽ നിന്ന് ആ സുന്ദരി കുട്ടിയെ പരിചയപ്പെടാം. ആരാണ്? ബിൻസി. ഹായ് ബിൻസി. ബിൻസി എന്ത് ചെയ്യുന്നു? ഞാൻ മോഡലിംഗ് ചെയ്യുന്നു. മോഡലിംഗ് എങ്ങനെ? റാം ഷോ ആണോ അതോ പ്രിന്റ് ആഡ്സ് അങ്ങനത്തെ എന്തെങ്കിലും ആണോ? അങ്ങനെയല്ല, ബ്രൈഡൽ ഷോസ്. ബ്രൈഡൽ ഷൂട്ട്. ഏതാ? ബ്രൈഡൽ ഷോസ് ചെയ്യുന്നു. ഓക്കെ. മോഡലിംഗ് ചെയ്യാത്തപ്പോ എന്ത് ചെയ്യുന്നു? ഞാൻ പാർട്ട് ടൈം മോഡലിംഗ് ആൻഡ് വർക്കിംഗ് IT പ്രൊഫഷണൽ ആണ്. ഇനി അടുത്ത് പരിചയപ്പെട്ട മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, സിനിമ, സീരിയൽ, അതുപോലെ എന്താണ് വിജയാണ്. ഈ കുട്ടിയെ കണ്ടപ്പോൾ ഞാനൊരു കാര്യം, സൂര്യ നീ ഒന്ന് മാറിയിരിക്കണമെങ്കിൽ ആ കുട്ടി ഇവിടെ വിളിച്ചത് കുറച്ച് ആങ്കർ ചെയ്ത് എൻ്റെ കൂടെ ഒരു സന്തോഷമായിട്ടും കുറച്ച് സമയം ഒന്ന് പോകാം. അതിനും പറ്റും, നീ അവിടെ പോയിരുന്നിട്ട് ഞാൻ ആ കുട്ടിയുടെ കൂടെ ചെയ്യുന്നതല്ലേ? അത് ഭയങ്കര ചളം ബോറുമായിരിക്കണം. കുട്ടിയുടെ പേരാണ് വൈഗ. വൈഗക്ക് ഈ കീറിയ പാൻറ് ആരാ തന്നെ? ഇല്ല, എനിക്ക് കുറച്ച് കാശ് മറ്റേ സെറ്റിന്ന് കിട്ടാണ്ട്, അപ്പൊ ഈ ദാരിദ്ര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ തരട്ടെ. ശരി, എനിക്ക് വൈഗ ഒരു ആങ്കറും കൂടെയാണ്. ആ വൈഗയാണ് ഇവിടെ ഞാൻ വിളിക്കണമെങ്കിൽ ഇതുപോലത്തെ ചളിയൊന്നും അടിക്കില്ല. ഉറപ്പായിട്ട് അടിക്കും. പൊന്നെ, അത് പല ചളിയല്ല. അടുത്ത് നമുക്ക് പരിചയപ്പെടേണ്ടത് സാന്ദ്ര. സാന്ദ്ര എന്ത് ചെയ്യുന്നു? ഞാൻ മോഡലാണ്. ഏതിന്റെ മോഡലാണ്?
ഫോട്ടോഷൂട്ട്. ഓക്കെ, ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറമുള്ള പൂരമാണ് ഇനി കാണാനിരിക്കുന്നത്. അതിനു മുന്നേ ടീം എയിൽ നിന്നും ടീം ബിയിൽ നിന്ന് 2 വ്യക്തികളെ കൊണ്ടുവന്ന് വിശിഷ്ടമായ ഒരു സ്ഥാനത്ത് നിർത്താനാണ് പോകുന്നത്. എന്നിട്ട് നമുക്ക് ഗെയിമിനെ പറ്റി പറയാം, അല്ലെ? ടീം എയിൽ നിന്ന് സാന്ദ്ര ആൻഡ് ടീം ബിയിൽ നിന്ന് ആതിര. വരൂ. സാന്ദ്ര ആൻഡ് ആതിര, നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ അങ്ങോട്ട് നോക്കൂ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. മറ്റേ മരത്തിലിരിക്കുന്ന ആ പക്ഷിയല്ല ഞാൻ പറഞ്ഞത്. പിന്നെ സ്കോർ ബോർഡ് കണ്ടോ? കണ്ടു. ആ സ്കോർ ബോർഡിൽ തലയില്ലാത്ത 2 ജീവികളോട് ഇരിപ്പുണ്ട്, മനസ്സിലായോ? അപ്പൊ അതിന് ഞങ്ങൾ തല പ്ലേസ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളെല്ലാം വ്യത്യാസമായിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ വഴിയെ അറിയാം. അപ്പോ നിങ്ങൾ കറക്റ്റ് യഥാസ്ഥാനത്ത് പ്ലേസ് ആയി. ഇനിയാണ് നമ്മൾ ഗെയിമിനെ കുറിച്ച് അറിയാൻ പോകുന്നത്. എന്താണ് ഗെയിം? നമുക്ക് ആ സ്കോർ ബോർഡ് കാണാം. അങ്ങോട്ട് നോക്കിക്കേ. സ്കോർ ബോർഡിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. യെല്ലോ സർക്കിൾ കാണുന്നത് 40 പോയിന്റ്സ് ആണ്. അതുപോലെ റെഡ് സർക്കിൾ കാണുന്നത് നിങ്ങൾ കാണുന്നത് 60 പോയിന്റ്സ് ആണ്. സെന്റർ വൈറ്റ് പ്ലേസിൽ നിങ്ങൾ കാണുന്നത് 80 പോയിന്റ്സ് ആണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ ഒരു ഇങ്ക് ബോൾ തരും. ആ ഇങ്ക് ബോൾ തന്നിട്ട് ഈ വിശിഷ്ടമായ ചെയറിലും കൊണ്ടുവന്ന് ഇരുത്തും, മനസ്സിലായല്ലോ? ഈ ചെയറിന്റെ പ്രത്യേകത എന്താണ് അളിയാ? ഈ ചെയർ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സിർന്ന് പായുന്ന ഒരു ചെയറാണ്. ഇനി മറ്റൊരു പ്രത്യേകത, പറയാത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 വ്യക്തികളെ ചുമ്മാ കൊണ്ട് നിർത്തിക്കുന്നല്ല. ടീം എയിൽ നിന്നും ടീം ബിയിൽ നിന്ന് നിർത്തിയിട്ടുണ്ട്. ടീം എയിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ടീം ബിയുടെ മൂക്കിലാണ് ആ ഇങ്ക് ബോൾ കൊള്ളുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 100 പോയിന്റ്സ്. ഇനി അല്ല, നേരെ സ്വന്തം ടീമിന്റെ മൂക്കിലാണ് കൊള്ളുന്നെങ്കിൽ വലിയൊരു മുട്ടയും വാങ്ങിയിട്ട് തിരിച്ചു വരാം. മനസ്സിലായല്ലോ? കാര്യം പിടിയിട്ടല്ലോ. അപ്പൊ ഈ അടിപൊളി റൗണ്ടിന്റെ പേരാണ് നീ പോ മോനെ ദിനേശ. നീ പോ മോനെ ദിനേശയിൽ ഞാൻ ടീം എയിൽ നിന്ന് ആരാണ് വിളിക്കുന്നത്? വൈഗ. വൈഗ, ഈ സ്വിച്ച് ഇട്ടാൽ സിറന്ന് പോകുന്ന ചെയറിൽ ഇരിക്കുമ്പോൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാല് കറക്റ്റായിട്ട് കുറച്ചുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. കൈ ഒരിക്കലും ഹാൻഡ് റെസ്റ്റിൽ വരരുത്. പിന്നെ വേറൊരു പ്രത്യേകത, ഈ ചെയറിൽ പോകുന്ന സമയത്ത് ചെയറിൽ നിന്ന് എടുത്ത് ചാടാൻ ശ്രമിക്കരുത്. ടെൻഡൻസി വരും, പക്ഷെ ചാടരുത്. ചെയർ നിങ്ങളെ കൊണ്ട് തള്ളിയിട്ടോളൂ. പക്ഷേ തിരിച്ചു വരുമ്പോൾ പോയിന്റ്സുമായിട്ടേ വരാവൂ. എവിടെയാണ് അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിയാലോ. അപ്പൊ സന്തോഷത്തോടു കൂടി ഐശ്വര്യത്തോടു കൂടി ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ബോളങ്ങ് എടുത്ത് 0 പോയിന്റുമായിട്ട് തിരിച്ചു വരിക. നീ പോ മോളെ ദിനേശ. 3, 2, 1. Are you ready? Enjoy the ride. അപ്പൊ എന്തായാലും വൈകയ്ക്ക് നല്ലൊരു കൈയടി. വൈക, ഓൾ ദ ബെസ്റ്റ്. അടുത്ത ഗെയിമിൽ ഇതുപോലെ ഉണ്ടാവണം. വരൂ. അപ്പൊ ടീം ബിയിൽ നിന്ന് ഞാൻ ഇറക്കാൻ പോകുന്ന എന്റെ വജ്രായുധം ശ്രീതു. കയ്യിലേക്ക് ഞാൻ എന്റെ ആയുധം എടുത്തു തരുന്നു. പിടിക്കൂ. ആ കുട്ടിയുടെ മൂക്ക് തുളച്ച് ആ കുട്ടി അപ്പുറത്തെ ചുമരിലടിച്ചിട്ട് ഇപ്പുറത്തേക്ക് തെറിക്കണം. ഓക്കെ, റെഡി? നീ പോ മോളെ ദിനേശ. എടാ സൂരജൻ, നിനക്ക് ഡാൻസ് കളിക്കാറുണ്ട്. ഈ കൊച്ചു വന്നപ്പോ എന്തോന്ന് ഡാൻസ് കളിച്ചേ? ഡാൻസാ?
ക്ഷീണിച്ചു ആ. ക്ഷീണിച്ചു പറയൂട്ടി എന്തായിരുന്നു എക്സ്പീരിയൻസ്? ആരുടെ മൂക്കാണ് കണ്ടത് അവിടെ ചെന്നപ്പോ? സാൻഡ്ര അവരുടെ ഫുൾ എയിം ഉണ്ടായിരുന്നു അവരുടെ എന്നിട്ട് എന്തൊരു സാന്ദ്രയുടെ മൂക്കിൽ കൊണ്ടില്ലല്ലോ? അല്ല ഒരു കടുക് മണിക്കാൻ മാറിയില്ല. നീ നോക്കി എവിടെ നോക്ക് അത്രയും അപ്പോ ടീം ബിക്ക് എത്ര പോയിന്റ്സ് ആയിട്ടിരിക്കുന്നത്? 80 points. ഓക്കെ, അപ്പൊ ഈ സന്തോഷം ഞങ്ങൾക്ക് ആഘോഷിക്കാം. കാരണം രണ്ടുപേരും ഒരേ പോയിന്റ്സ് ആണ്. അപ്പൊ ആ സന്തോഷം ഞങ്ങളൊന്ന് ആഘോഷിച്ചോട്ടെ. അതുവരേക്കും ബോയിങ് ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ബോയിങ്. നമ്മുടെ മോനെ ദിനേശയിൽ ഞാൻ ആ ചൂടോടുകൂടി തന്നെ ടീം എയിൽ നിന്ന് ബിൻസി, ഇഷ്ട ദൈവത്തിനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഇങ്ബോൾ ഒന്ന് എടുത്തേ. അപ്പൊ ഇനിയാണ് നമ്മുടെ ചടങ്ങ് ആരംഭിക്കാൻ പോകുന്നത്. ബിൻസി നീ പോ മോളെ. ദിനേശ എനർജി. വൈക തുടക്കം ഇട്ടു, ബിൻസി തുടക്കം പിന്തുടർന്നു. ബിൻസി എങ്ങനെയുണ്ടായിരുന്നു? സ്വിച്ച് ഇട്ടാൽ സുറെന്ന് പറഞ്ഞ ചേറിൽ ഇരുന്നപ്പോ കിട്ടില്ല. ഇഷ്ടപ്പെട്ടു? ഇഷ്ടം. ഓക്കെ, അപ്പൊ ഇതിനപ്പുറമുള്ള ഗെയിമിലാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേസിലേക്ക് പോവാം. സൂരജ്, നിന്റെ ടീമിൽ നിന്ന് ആരാ വരാനുള്ളേ? എന്റെ ടീമിൽ നിന്ന് അന്ന വരും. പക്ഷേ അതിനകത്തൊരു റിസ്ക് ബിയറിംഗ് ഉണ്ടെന്ന് എനിക്കൊരു തോന്നുന്നു. കാരണം എന്തെന്നറിയോ? ആ കുട്ടി എങ്ങനെ ഈ ചെറി ചെന്നിട്ട് ഈ പാരച്യൂട്ട് പോലെ അങ്ങ് പറന്നു പോവോ? ഇല്ല, നീ പേടിക്കണ്ട. നിനക്ക് ആ അറ്റത്തുനിന്ന് താഴേക്ക് പറന്നിറങ്ങാം. നിന്റെ തലമുടി പാരച്യൂട്ടായിട്ട്. പിന്നെ എനിക്കൊരു പേടിയാണ്, ആ മെഷീനിൽ എവിടെയെങ്കിലും ഉടക്കി നിൽക്കുമോ നീ മുടി? ഇല്ല, ഉടക്കുമില്ല, ഒരു കുഴപ്പമില്ല. നീ ചുമ്മാ ഞങ്ങളുടെ കുട്ടിയുടെ കോൺഫിഡൻസ് കളയും. നീ പറന്നു പോയാൽ നിനക്ക് പിന്നെ കിട്ടത്തില്ല. ബോൾ പൊന്നുന്നുണ്ടോ? കനം കൂടുതലൊന്നുമില്ലല്ലോ? സേഫ് അല്ലേ? ലക്ഷ്യം എന്താണെന്ന് അറിയാലോ? ലക്ഷ്യം എവിടെയാണ് ലക്ഷ്യം? ഓക്കെ, നീ ഇപ്പോ മോളെ ദിനേശ. സൂരജ്, നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോഴേ കോസ്റ്റ്യൂമിലും നമ്മൾ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്കോർ എടുത്ത് നോക്കുമ്പോഴും നമ്മൾ രണ്ടുപേരും ടൈ പൊസിഷനിലാണ്. 160 പോയിന്റ്സ് കൂടി. അയ്യോ, നമ്മൾ മറന്നുപോയിടാ. രണ്ടുപേരും അവിടെ ജീവിതകാലം മൊത്തം അവിടെ നിൽക്കുന്നിരിക്കുന്നു. ഇറങ്ങി വരും മക്കളെ. രണ്ടുപേരും അങ്ങ് അത്യുന്നതങ്ങളിൽ നിന്നിട്ട് താഴേക്ക് ഇറങ്ങിയപ്പോ എന്താ ഫീൽ? സൂപ്പർ ആയിരുന്നു. സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ബോളും കൊണ്ട് ഈ ചെയർ സ്വിച്ചിട്ട് അങ്ങ് വരുമ്പോഴേ പേടിയുണ്ടായിരുന്നു. സൂരജ്, നമ്മൾ മോനെ ദിനേശായിൽ നേടിയിരിക്കുന്ന 160 പോയിന്റോട് കൂടി ടൈ പൊസിഷനിലാണ്. എനിക്ക് കുറച്ച് സമയം വേണം, കാരണം എന്റെ ടീമിനോട് കുറച്ച് ഗെയിം സ്ട്രാറ്റജി എടുക്കാനുണ്ട്. അടുത്ത റൗണ്ടിൽ തോമസ് കുട്ടി വിട്ടോടോ ആയിട്ട് നമ്മൾ വരും. അതുവരേക്കും ബോയിങ്ങിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ദ സൂപ്പർ ഷോ ബോയിങ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ മത്സരം കഴിഞ്ഞു. ഇനിയാണ് അടുത്ത അടിപൊളി മത്സരം. എന്താണ് സൂരജ്? തോമസ് കുട്ടി വിട്ടോടാ. തോമസ് കുട്ടി വിട്ടോട എന്ന ഗെയിമിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്കിവിടെ കാണാം, ഒരു റോളിംഗ് ട്യൂബ് കാണാം, രണ്ട് സൈഡും ഹാമർ അടുക്കിയിരിക്കുന്ന കാണാം, ഒരു ഡോങ് തൂക്കിയിരിക്കുന്ന കാണാം. ടീം എയിൽ നിന്നും ടീം ബിയിൽ നിന്ന് രണ്ടുപേരെ ആ രണ്ട് പൊസിഷനിൽ കൊണ്ട് നിർത്തും. എന്നിട്ട് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളോട് റൺ പറഞ്ഞാൽ മാത്രമേ ഓടാവൂ. അതായത് റൺ പറയാതെ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ഹാമർ ഒരിക്കലും വലിച്ച് ഡോങ്ങിലേക്ക് എറിയരുത്. കറക്റ്റായിട്ട് ഓടിപ്പോയി ഡോങ്ങിൽ അടിക്കുക. ഡോങ്ങിൽ ആദ്യം അടിക്കുന്ന ആളിന് മാത്രമേ ഉത്തരം പറയാനുള്ള ചാൻസ് കിട്ടുള്ളൂ. അടിച്ച് കഴിഞ്ഞ് ഉത്തരം പറയുന്നത് ശരിയാണെങ്കിൽ യു വിൽ ഗെറ്റ് 50 പോയിന്റ്സ്. നമ്മുടെ തോമസ് കുട്ടി വിട്ടോടയിൽ ടീം എയിൽ നിന്ന് സാന്ദ്ര, ടീം ബിയിൽ നിന്ന് ശ്രീതു.
റെഡിയല്ലേ? ചോദ്യം ഇതാണ്, ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കുകയും ചെയ്യുന്നത് എന്ത്? ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയുകയും ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കുകയും ചെയ്യുന്നത് എന്ത്? Your time starts now. 1, 2, 3, run. ഒരിക്കൽ കൂടെ ഞാൻ ആ ചോദ്യം ആവർത്തിക്കുന്നു. ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയുകയും ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കുകയും ചെയ്യുന്നത് എന്താണ്? ആലോചിച്ച് ശരിയായിട്ട് ഉത്തരം പറയുക. വലയാണോ? എന്താ വലയാണോ? വലയോ? മുരുക! മുരുക. അടുത്ത ചോദ്യത്തിനായി ഞാൻ ടീം എയിൽ നിന്ന് ക്ഷണിക്കുന്നത് ആരെ? വൈഗ ആൻഡ് ആതിര ഫ്രം ടീം ബി. സിമ്പിൾ ചോദ്യമാണ്. ദശമൂലം ദാമു എന്ന കഥാപാത്രം ഏത് സിനിമയിലെ ആണുള്ളത്? രണ്ടുപേരും ശ്രദ്ധിക്കുക. റൺ എന്ന് നിങ്ങളെ ചെവിയിൽ കേട്ടിട്ട് മാത്രമേ ഓടാവൂ. അതിന് മുന്നേ പറയുന്ന ഒന്നും കേൾക്കരുത്. റൺ പറഞ്ഞിട്ട് മാത്രം ഓടുക. ഒരിക്കൽ കൂടെ ചോദ്യം. ദശമൂലം ദാമു എന്ന കഥാപാത്രം ഏത് സിനിമയിലാണ്? Your time starts now. 1, 2, 3, run. ദശമൂലം ദാമു എന്ന കഥാപാത്രം ഏത് സിനിമയിലാണ്? പറഞ്ഞു ആര് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. ചട്ടമ്പിതാട്. ആ മുരുക. വൈക ഉത്തരം അറിയാം, പക്ഷെ നല്ല കാര്യം. പക്ഷെ എന്താ പ്രയോജനം? ഓക്കെ, അടുത്ത് നമുക്ക് നമ്മുടെ ചുണക്കുട്ടി ടീം എയിൽ നിന്ന് ബിൻസി ആൻഡ് അന്നമ്മ. ചോദ്യം ഇതാണ്, 2 കാലുണ്ട്, മൂക്കില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. എന്ത്? 1, 2, 3, run. അടിച്ചു മുത്ത്. ഞാനേ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പല സാധനങ്ങളെ പറ്റിയിട്ടും കേട്ടിട്ടുണ്ട്. വാച്ച്, ഫോണ്. ഇത് ആദ്യമായിട്ടാണ് വാട്ടർ പ്രൂഫ് മുടി കാണുന്നത്. ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു തരി പോലും ഇല്ലല്ലോ മുടിയില്. അപ്പൊ ഉത്തരത്തിലേക്ക് പോവാം. 2 കാലുണ്ട്, മൂക്കില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. എന്താണത്? പറയൂ. വീൽചെയർ ആണോ? ഉറപ്പിക്കാം. ഒന്നുകൂടെ ആലോചിച്ചോ. മൂക്കില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. കണ്ണാടി. മുരുക ഉത്തരം ശരിയാണോ? സൂരജേ, അപ്പൊ നമ്മൾ വീണ്ടും ടൈ പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. 3 ചോദ്യങ്ങൾ കഴിയുമ്പോൾ 50-50 അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി 3 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. പക്ഷേ നമുക്ക് ആ 50-50 വേണ്ട. മനസ്സിലായല്ലോ? ടൈ പൊസിഷൻ ഒക്കെ ബ്രേക്ക് ചെയ്യണം. റെഡി അല്ലേ? അപ്പൊ ടീം എയിൽ നിന്ന് ആ ടൈ ബ്രേക്കറെ ഞാൻ ക്ഷണിക്കുന്നു. ആരാണ്? സാന്ദ്ര. ടീം ബിയിൽ നിന്ന് ശ്രീതു.
സിമ്പിൾ ചോദ്യമാണ്. ഏയ് ഓട്ടോ എന്ന സിനിമയിൽ ലാലേട്ടൻ ചെയ്ത കഥാപാത്രത്തിന്റെ പേരെന്ത്? Your time starts now. Run. ഞാൻ സാന്ദ്രേഷ് മൈക്കിന് ഉപദ്രവിക്കണ്ട, അത് പാവം. ഞാൻ സാന്ദ്രേ പോയോ പറഞ്ഞപ്പോ എന്താണ് ടൈ ബ്രേക്കർ എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഹാമർ ബ്രേക്കർ എന്നല്ല പറഞ്ഞു. ചാൻസ് ഇല്ല. പക്ഷെ ആരെങ്കിലും അറിയാമെങ്കിൽ ഉത്തരം പറയാം. ഒരിക്കൽ കൂടെ ചോദ്യം. ഏയ് ഓട്ട എന്ന സിനിമയിൽ ലാലേട്ടൻ ചെയ്ത കഥാപാത്രത്തിന്റെ പേരെന്താണ്? മലയാളി ഇല്ല. പറയൂ മലയാളി. പറഞ്ഞു അതറിയാത്ത മറ്റൊരു മലയാളി വെള്ളത്തിൽ. അല്ല, പറഞ്ഞു. സുധി. ലാലേട്ടാ. ലാ 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 ലാ. അപ്പം അടുത്ത അവസരത്തിനായി ഞാൻ ക്ഷണിക്കുന്നു ടീം എയിൽ നിന്ന് വൈഗ, ടീം ബിയിൽ നിന്ന് ആതിര. ടങ് ട്വിസ്റ്റർ ആണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റൺ. അപ്പോൾ നമുക്ക് ചാൻസ് കിട്ടിയിരിക്കുന്നത് ആതിരയ്ക്കാണ്. ഇതാര് തച്ച സഞ്ചി, ചന്തയിൽ തച്ച സഞ്ചി. ഇതാര് തച്ച സഞ്ചി, ചന്തയിൽ തച്ച സഞ്ചി. സ്പീഡിൽ ഒരു 3 പ്രാവശ്യം. ഇതാര് തച്ച സഞ്ചി, ചന്തയിൽ തച്ച സഞ്ചി. Again, ഇതാര് പോട്ടെ. തച്ച സഞ്ചി, ചന്തയിൽ തച്ച സഞ്ചി. അയ്യോ. ഇതാര് തച്ച സഞ്ചി, ചന്തയിൽ തച്ച സഞ്ചി. ഓക്കെ. വൈഗ ഡോങ് അടിക്കുന്നതിന് മുന്നേ ടങ് ട്വിസ്റ്റർ പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്തായാലും ആ ചാൻസ് വൈഗയ്ക്കും കൊടുക്കണ്ടേ? വൈഗ, ഇതാര് തച്ച സഞ്ചി, ചന്തയിൽ തച്ച സഞ്ചി? ഞാൻ തന്നെ പറയണോ? വൈഗ തന്നെ പറയണം. വൈഗ. ഇതാര് ഇതാര് തച്ച സഞ്ചി, ചന്തയിൽ. സ്പീഡ് 3 പ്രാവശ്യം. എന്തുട്ട്? നിൽക്കടാ. എവിടെ? ഇതാര് തയ്ച്ച സഞ്ചി? മ്ലേച്ഛമായി പോയി. അപ്പൊ എന്തായാലും നമ്മളെ സഞ്ചിയൊക്കെ തച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനായി ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു ബിൻസി, ടീം ബിയിൽ നിന്ന് അന്ന. ഇതൊരു ടങ് ട്വിസ്റ്റർ തന്നെയാണ്. വീണ്ടും ഒരു ടങ് ട്വിസ്റ്റർ. റണ്ണ് കേട്ടതിന് ശേഷം ഓടുക, അതിനുശേഷം ഞാൻ ടങ് ട്വിസ്റ്റർ ചോദിക്കും. റെഡി? ഓക്കെ. 1 2 3 റൺ. ടങ് ട്വിസ്റ്റർ ഇത്രയേ ഉള്ളൂ. അന്നമ്മ കൊണ്ട് ആദ്യം. ഒളരിയിലെ മുരളി കളരി പഠിക്കാൻ പോയി. എന്തിനാണ്? ഒളരിയിലെ മുരളി കളരി പഠിക്കാൻ പോയി. ഒളരിയിലെ മുരളി കളരി പഠിക്കാൻ പോയി. ഫാസ്റ്റ് ആയിട്ട് 3 തവണ പറ. ഒളരിയിലെ മുരളി കളരി പഠിക്കാൻ പോയി. ഒരളിയിലെ മുരളി കളരി പഠിക്കാൻ പോയി. ഒരളിയിലെ മുരളി കളരി പഠിക്കാൻ പോയി. ഒരളിയിലല്ല, ഒലക്കയില്. ഒളരിയിലെ മുരളി കളരി പഠിക്കാൻ പോയി. ഒളരിയിലെ മുരളി കരളി പഠിക്കാൻ പോയി. കരള് പഠിക്കാനല്ല കൊച്ചേ പോയത്, കളരി. കളരി. കുട്ടി മലയാളി അല്ലെന്ന് തോന്നുന്നളിയാ. കുട്ടിക്ക് മലയാളം അറിയില്ല. ശരി, അടുത്ത കുട്ടി.
ഒളരിയിലെ മുരളി കളരി പഠിക്കാൻ പോയി. ഒളരിയിലെ മുരളി കരളി പഠിക്കാൻ പോയി. കളരി പഠിക്കാൻ കളരി കളരി ഒരളിയിലെ കളരി ഒളരിയിലെ മുരളി കളരി പഠിക്കാൻ പോയി. മുരളി കരളി പഠിക്കാൻ പോയി. ഇത് കേട്ടു നിന്ന പ്രേക്ഷകർക്ക് കരൾ വീക്കം വരുമെന്ന് എനിക്കൊരു തോന്നൽ. ഒളരിയിലെ മുരളി കളരി പഠിക്കാൻ പോയി. ഒളരിയുടെ മുരളി കരളി പഠിക്കാൻ. നമ്മൾ ഹലോ, ഇനി ഈ ടങ് ട്വിസ്റ്റർ പറയാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ പിന്നാമ്പുറത്ത് തെങ്ങോല ഇപ്പൊ ഉണ്ട്. തെങ്ങോലയിൽ രാവിലെ ഒരു പച്ച ഈർക്കിലെടുക്കുക. മുരളിയും കളരിയും കരളിയും എല്ലാം ക്ലിയർ ആയിട്ട് വരും. കയറി വരും മക്കളെ. ഒളരിയിലെ മുരളി കളരി പഠിക്കാൻ പോയി. ഒന്നുകൂടി ഒളരിയിലെ മുരളി കളരി പഠിക്കാൻ പോയി. ഒന്നുകൂടി ഒളരിയിലെ മുരളി കരളി പഠിക്കാൻ പോയി. കുട്ടി നന്നായിട്ട് കളരി പഠിച്ചു. അവിടെ ഒരളും കരളിയൊക്കെ ആയി. ശരി, കയറി വരും മക്കളെ, കയറി വരും. കുളിച്ചിട്ട് കയറിപ്പോര്. തോമസ് കുട്ടി വിട്ടോട റൗണ്ടിൽ നമ്മുടെ സ്കോർ അറിയേണ്ട ടൈമാണ്. ടീം എ നേടിയിരിക്കുന്നത് 50 പോയിന്റ്സ് ആൻഡ് ടീം ബി 50 പോയിന്റ്. പോയിന്റ് ബോങ്ങിൽ ഒരു ചെറിയ ഇടവേള. യെസ്, വെൽക്കം ബാക്ക് ടു ബോയിങ്. ആ ബോയിങ്ങിൽ അടുത്ത ഗെയിം ആണ് എന്ത്? താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രണ്ട് വ്യക്തികളുണ്ട്. ജില്ലു ബില്ലു. എന്താണ് താമരശ്ശേരി ചുരം ഗെയിം, എങ്ങനെയാണ് കളിക്കേണ്ടത്? നിങ്ങൾക്ക് അവിടെ കാണാം ജില്ലു ബില്ലു നിൽക്കുന്നിടത്ത് റെഡ് ഫ്ലാഗ് കാണാം, ബ്ലൂ ഫ്ലാഗ് കാണാം. അത് അടുക്കി വെച്ചിരിക്കുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ്. അപ്പോൾ ടീം എയും ബിയും അതുപോലെ താഴെ അതേ പൊസിഷനിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് അതാത് കളർ ഫ്ലാഗിന് ഓപ്പോസിറ്റ് നിൽക്കുക. ഇനി ആരാണ് അവിടെ റീച്ച് ചെയ്യുന്നത്, ഒരാൾക്ക് ഒരു ഫ്ലാഗ് കളക്ട് ചെയ്താൽ കിട്ടുന്നത് 200 പോയിന്റ്സ് ആണ്. ഏറ്റവും കൂടുതൽ ഫ്ലാഗ് കളക്ട് ചെയ്യുന്നവരാണ് ഈ ഗെയിമിൽ പോയിന്റ്സ് കൂടുതൽ നേടുന്നത്. ടൈം എത്രയാണ് സൂരജ്? 500 സെക്കൻഡ് സമയമുണ്ട് നിങ്ങൾക്ക്. 500 സെക്കൻഡിനുള്ളിൽ മുകളിൽ പോയിട്ട് ഒരു ഫ്ലാഗ് എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുക. ഈ 500 സെക്കൻഡ് കഴിയുന്നത് വരെ ഹോൾഡ് ചെയ്യുക. ഏറ്റവും അവസാനം ടൈം കഴിയുമ്പോൾ എത്ര പേര് മുകളിലുണ്ടോ, എത്ര ഫ്ലാഗ് ഹോൾഡ് ചെയ്തിട്ടുണ്ടോ, അതായിരിക്കും പോയിന്റ്. അപ്പൊ മക്കളെ റെഡി? പോയി റെഡിയാവും. താമരശ്ശേരി ചുരം കയറാനുള്ള സമയമായി കഴിഞ്ഞു. Yes, here we go. 1, 2, 3, start. Aiva, Annamma. Adira. Vaiga, good. Vaiga, first step പിടിക്കൂ. Super. Get. Yes, you can. Get. Talle. Get. Aiva. Last 1 minute. Vaiga.
ജ്വല്ലറി കളഞ്ഞിട്ട് അഗ്രിമെന്റ് പുതുക്കി നിന്റെ പേരിൽ ഞാൻ വെക്കും. Super, super, super. Rinu, go, 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 go. Rinu, go. Only 10 seconds. 9 seconds. 8 seconds only. 7, 6 seconds. 5 5 seconds. seconds. 4 seconds. 3 seconds. 2 seconds. 1 second. 0. അപ്പൊ നമ്മൾ താമരശ്ശേരി ചുരം കീഴടക്കിയ 4 ചുണക്കുട്ടികളും ബില്ലും ജില്ലും ഒരുമിച്ച് ചുരം ഇറങ്ങാൻ പോകുന്നു. നമ്മുടെ പുലിക്കുട്ടികളിൽ 4 പേര് താമരശ്ശേരി ചുരം കീഴടക്കി ഇറങ്ങി വന്നു. എനിക്ക് അതിലൊക്കെ ഉപരി സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. കാരണം നമ്മുടെ താമരശ്ശേരി ചുരം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്. അവിടെ ആ 2 ക്യാരക്ടേഴ്സ് ജില്ലു ബില്ലു. പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചു നീയാണ് ഈ ഗെയിമിലെ ഏറ്റവും വലിയ വഷളനെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ തുടക്കം എപ്പിസോഡിൽ തന്നെ നീ ആയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. പക്ഷേ നിന്നെക്കാളും നമ്മളെക്കാളും ജഗജില്ലികളായിട്ടുള്ള 2 പേരാണ് ജില്ലും ബില്ലും. കാരണം ജില്ലു ബില്ലു നമ്മുടെ കുട്ടികളോട് ചെന്ന് കഴിയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഇവര് ഭയങ്കര എപ്പിസോഡ് കഴിയുമ്പോഴും അവരുടെ പ്രകടനം നമ്മുടെ കുട്ടികളുടെ മേലെയാണ്. അതുകൊണ്ട് നമ്മുടെ എഗ്രിമെന്റ് തീരുമാനിച്ചത് ജില്ലും ബില്ലുമായിട്ട് ഒരു എഗ്രിമെന്റ് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ബോയിങ്ങിലെ ഇന്നത്തെ എല്ലാ മാസ്മരിക പ്രകടനങ്ങളും കഴിഞ്ഞു. അപ്പോ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ അനുഭവങ്ങൾ കേൾക്കാൻ സമയമായി. പറയൂ വൈഗ. അവസാനമൊക്കെ ആയപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് വലിഞ്ഞു കയറിപ്പെടുന്നേന്നായി പോയി. ഓക്കെ, ഓക്കെ, അടുത്ത ആള്. ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫുൾ ഓയിലൊക്കെ ആയിട്ട് എന്റെ മേളിൽ കയറുന്നൊന്നും വിചാരിച്ചതല്ല, പക്ഷെ ഫസ്റ്റ് എത്തി. അടുത്ത ആള്. എക്സ്പീരിയൻസ് വളരെ കൊള്ളായിരുന്നു. സ്വിമ്മിങ് അറിയാത്ത ഞാൻ മുങ്ങിയിട്ട് പൊങ്ങിയതിന്റെ വലിയ കാര്യം. ഓക്കെ, അടുത്ത ടീം ബിയിൽ നിന്ന് ആതിര പറഞ്ഞു കൊടുത്തേ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഈ 3 റൗണ്ടിലെയും ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഇതായിരുന്നു. എനിക്ക് മുകളിൽ കയറാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ ഇവളെ നന്നായി സപ്പോർട്ട് ചെയ്ത് കയറ്റി. മാസ്മരികമായിട്ടുള്ള പ്രകടനമായിരുന്നു അത്. അത് തീർച്ചയായിട്ടും അപ്രീസിയേഷൻസ് അറിയാം. അപ്പോൾ നമുക്ക് മലരെ കുറിച്ച് അറിയാം. മലരെ പറയൂ. മലരയ്ക്ക് പറഞ്ഞതും പിന്നെ ആ സ്റ്റെപ്പാണ് ഇഷ്ടപ്പെട്ടത്. പറയൂ വക്കീൽ തുറു. എനിക്ക് അല്ല എന്നിട്ട് നോക്കിയേ മുടി നനഞ്ഞിട്ടില്ല ഇത്രയും നേരം ഈ കണ്ട തരത്തിലെല്ലാം പോയിട്ട്. ഞാൻ ഫസ്റ്റ് വന്നപ്പോ ഈ ഗെയിം ഒക്കെ കണ്ടപ്പോ ഞാൻ ഓർത്ത് ഗെയിം എനിക്കൊന്നും കിട്ടില്ല, അതും എല്ലാം പേടിയായിരുന്നു. മൊത്തത്തിൽ സ്കോർ ചെയ്തു. അപ്പൊ ഏത് ഗെയിമാണ് ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അത് തന്നെയാണ്, താമരശ്ശേരി ചുരം. അപ്പോൾ ഈ ഒരു റൗണ്ടുകളൊക്കെ അവസാനിക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കാനുള്ള സമയമായി. ഓരോ റൗണ്ട് ബൈ റൗണ്ട് ആയിട്ട് ഞാനിപ്പോൾ പോയിന്റ് പറയാൻ പോവാണ്. ഇതുവരെ കഴിഞ്ഞ 7 എപ്പിസോഡിലും ഇല്ലാത്തൊരു പ്രത്യേകത ഇന്നത്തെ എപ്പിസോഡിനുണ്ട്. അതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ ടീം എയും ടീം ബിയും 160 പോയിന്റുകൾ വീതം നേടി ടൈ ആയി. സെക്കൻഡ് റൗണ്ടിൽ ടീം എയും ടീം ബിയും 50 പോയിന്റുകൾ വീതം നേടി വീണ്ടും ടൈ ആയി. തേർഡ് റൗണ്ടിൽ ടീം എയും ബിയും 400 പോയിന്റുകൾ വീതം നേടി വീണ്ടും ടൈ ആയി. ടോട്ടൽ ടൈ ആയി മാറുകയാണ് ഈ മത്സരം 610 പോയിന്റുകളായിട്ട്. ബോയിങ് എപ്പിസോഡ് അവസാനിക്കുമ്പോൾ മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ബെസ്റ്റ് പെർഫോമർ ആരാണെന്ന്. അപ്പോൾ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ഗോസ് ടു ശ്രീതു. പൊളിച്ചു, തകർത്തു. സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV. അപ്പോ ശ്രീതുവിന്
സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ സ്പോൺസർ ചെയ്യുന്ന ഒരു LED TV ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അമ്യൂസ്മെന്റ് പാർക്ക് ഇന്നത്തേക്ക് അടച്ചു പൂട്ടുകയാണ്. പക്ഷേ നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും അമ്യൂസ്മെന്റ് പാർക്ക് ബോയിങ് തുറക്കുന്നതാണ്. അതുവരയ്ക്കും ദീപൻ സൈനിങ് ഓഫ് ആൻഡ് സൂരജ്.